അതെ, നമുക്കിന്നൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം കേട്ടോ. ദോശയ്ക്കും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒരേപോലെ പോകുന്നൊരു കറിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ ഈ കറി. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാനുള്ളത് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഞാൻ ഇന്നലെ രാത്രി നമ്മുടെ ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും. അത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ട ഒരു കാര്യം വലിയുള്ളിയാണ് കേട്ടോ. ഞാൻ എന്ത് കറിയിലും വലിയുള്ളി ഒരുപാട് കൂട്ടും. നമ്മുടെ കുക്കർ വിസിൽ വന്നിട്ടുണ്ടായപ്പോഴേക്ക് അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് എന്ത് കൊടുക്കാം, ഒരു 2-3 ഏലക്കായും കുറച്ച് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിക്കാം. പിന്നീട് നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയുള്ളി നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നന്നായിട്ട് വഴണ്ട് വരണം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ഒരു 2-3 സ്പൂണ് ഉള്ളി മാറ്റി വെക്കണം. ഞാൻ അതിനാ പറഞ്ഞ ഇതിൽ ഒരുപാട് വലിയുള്ളി നമ്മൾ ചേർക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ടായിരുന്നല്ലോ ഓൾറെഡി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു 2-3 സ്പൂണ് ഗ്രീൻ പീസും എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 2-3 കശുവണ്ടി പരിപ്പ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതും കൂടി വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അരവ് ഇതാണ്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയിലോട്ട് നമുക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒരുപാട് പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഒരുപാട് പൊടികളായി കഴിഞ്ഞാൽ ഈ കറിക്ക് ഒരു കുത്തൽ വരും, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതുപോലെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനിയിപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട, പകരം 1-2 മുളക് കീറിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസും അതിന് കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നമ്മൾ നോക്കിയിട്ട് ഒഴിക്കാനുണ്ടോ, നല്ല വെള്ളമായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സാക്കി കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തള വന്നു കഴിഞ്ഞാൽ നമുക്കത് വാങ്ങിയിട്ട് പാത്രത്തിലാക്കാം, കാരണം ഓവറായിട്ട് തിളയ്ക്കേണ്ട. അപ്പം നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളിലോട്ട് നമ്മളതാണ് കൊടുത്തയക്കുന്നത്. കാരണം ഗ്രീൻ പീസ് കറിയാണെന്ന് പറഞ്ഞപ്പോൾ അവർ ദോശ മതി പറഞ്ഞു. മിക്കവാറും അവർ സ്കൂളിലോട്ട് രാവിലെ നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് തന്നെ കൊണ്ടുപോകാറ്. കാരണം അവർ ചിലപ്പോൾ ചോറ് കൊണ്ടുപോയാൽ കഴിക്കില്ല. അപ്പോൾ പിന്നെ ഒരുവിധം ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറാണ്. അവർക്ക് നല്ല ഇഷ്ടമാണ്, കാരണം എരിവില്ലാത്തത് കൊണ്ട് കുട്ടികൾക്ക് കഴിക്കാൻ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് രാവിലത്തെ തിരക്കിൽ ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ അവർ ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ സമയം ഒരുപാടാവും. അപ്പോൾ ഞാൻ ഇനി അവർക്ക് വാരി കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ ചെറിയ തുടക്കമാണ്, മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണം.